ഹായ് ഗായ്സ്, ഹാപ്പി ആണോ? സോ ഞാനും ആഘോഷിക്കാൻ വേണോ. ഞാനൊരു നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളൊരു 3 വിളിച്ചാണ്. അപ്പോൾ അവരുടെ ഞാൻ പിക്ക് ചെയ്യാൻ പോവാണ്. ബാക്കി രണ്ടുപേരും വരേണ്ടതാണ്, അറിയില്ല, അവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു 3-4 ഡിഷ് ഉണ്ടാക്കി. പ്ലസ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം നമ്മൾ പുറത്തൊന്നും പോയിട്ടോ അല്ലെങ്കിൽ നാട്ടിലിറങ്ങി ഒരു പരിപാടിക്കും പോകുന്നില്ല, അങ്ങനെ പോകാൻ പാടില്ലല്ലോ. സോ നമ്മൾ വീട്ടിൽ തന്നെ ഒരു 3-4 കറിയൊക്കെ വെച്ച് ഒരു ചെറിയ ഓണസദ്യയൊക്കെ വെച്ച് നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഞാനും വർക്ക് കഴിഞ്ഞിരിക്കുക. അവരിനിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് അവളെ ഞാൻ കൂട്ടാൻ പോവുക. ബാക്കി 2 പേർക്ക് വർക്കില്ല, അവർ വരേണ്ടതാണ്. അപ്പോൾ അപർണേനെ പോയി പിക്ക് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഓണപ്പരിപാടി ആഘോഷിക്കാൻ പോകണം. എൻ്റെ മൊത്തം കാട്ടിയൊക്കെ കിട്ടി സെറ്റായിട്ടിരിക്കാം. എനിവേ, നമുക്ക് ഇന്നിവിടെ മഴയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ചേട്ടാ പൊക്കോ, മനസ്സിലുണ്ടായിരുന്നൊരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈസായിട്ട് കുക്കിങ്ങിൻ്റെ കുറച്ചൊക്കെ വീഡിയോ, അതുപോലെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, അത് പുറത്തൊരു ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവരോളമായിരുന്നു. ബട്ട് മഴയാണ് ഇവിടെ. എങ്ങനെയാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് എന്താണെങ്കിലും മൊത്തം കുഴിയാണ് കേസ്, എനിക്ക് അറിഞ്ഞൂടെ. എനിവേ, നമ്മൾ അവളെ കൂട്ടിയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഹാപ്പി ഓണം ഗായ്സ്. ഞാൻ പിന്നെ വന്നു. എന്നെ ഇവ ഷിഫ്റ്റ് ചെയ്ത് വിളിക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ഓണസദ്യ മൊത്തം ഇവളുടെ വകയാണ്. ഓക്കെ, പാത്രം കഴുകാൻ ഹെൽപ്പ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ ആ വീട്ടിലെ എല്ലാ പാത്രം തരുന്നു. സോ അതാണ് ഏറ്റവും വലിയ പണി. കുക്ക് ചെയ്യുന്നതിനേക്കാളും ടൈം എടുക്കുക പാത്രം കഴുകാനാണ്. എനിക്ക് ഇഷ്ടമല്ല. ക്ലാസ് തുടങ്ങി. സോ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, തീരുമാനമായോ? യെസ്, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. എന്നെക്കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ പറ്റണേ പോലെ യൂട്യൂബൊക്കെ നോക്കി നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഇന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്നുണ്ടോ ഇപ്പോൾ, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനാണ് മെയിൻ, ഇവൻ ജസ്റ്റ് കൂടെ ഹെൽപ്പറായിട്ട് കൂടിയിരിക്കുന്നതാണ്. അതെ, പൈസ. അപ്പോൾ ഇപ്പോൾ പോയിട്ട് നമുക്ക് പപ്പടം, പഴം, പായസം ഉണ്ടാക്കും. ഈ 2 സാധനങ്ങൾ നമുക്ക്. കിതക്കുന്നുണ്ടല്ലോ, അറ്റാക്ക് വരുന്നുണ്ടോ? അത് ഞാനിങ്ങനെ ഹെവി ആയിട്ട് സംസാരിക്കുന്നു. മെയിനായി പോയത് എൻ്റെ. അതെ, മെയിനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ കുക്കിംഗ് വീഡിയോസും കൂടി എടുക്കാല്ലേ, അങ്ങനെയൊക്കെയാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചെറിയ കുക്കിംഗ് വീഡിയോയും കുറച്ച് പ്ലാൻസ് ഇട്ടത് പറഞ്ഞിട്ട്. പക്ഷെ പെരും മഴയാന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. തിരുവോണത്തിന്റെ അന്ന് മഴ ഉണ്ടാവും. അപ്പൊ കുറച്ച് മഴ നല്ലതാണ്. ഇന്നലെ ആയിരുന്നു ഓണം, അതുവരെ കാര്യം. പക്ഷെ ഞങ്ങൾക്ക് ഇന്നാണ് സമയം കിട്ടുള്ളൂ. ഇന്ന് തിരുവോണം കഴിഞ്ഞിട്ട് ഇന്ന് എന്താ പൂക്കളം വാഷ് ചെയ്ത് കളയുന്ന ദിവസമല്ലേ? എന്തോന്ന് ഇവനറിയില്ല, അതുകൊണ്ടാണ്. എനിക്കറിയില്ല വേറെ ഇവള് മറ്റേ ഗണപതിനെ കൃഷ്ണൻ എന്ന് വിളിച്ച ടീമാണ്. അങ്ങനെ പറയരുത്. നീ എന്തോ കേസ് ഉണ്ടായതല്ലേ? എന്ത് കണ്ടിട്ട്? എന്തോ അങ്ങനെയല്ല, ഈശോനെ കണ്ടിട്ട് ഞാൻ ഈശോയും കുഞ്ഞു ഈശോയും പിന്നെ ഈശോയുടെ അച്ഛനും അമ്മേന്റെ ഫോട്ടോ അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അറിയാൻ ചോദിച്ചു, ഇത് ഈശോയുടെ ഫാമിലി ആണോന്ന്. എനിക്കറിയില്ലായിരുന്നു. ഈശോയുടെ ഫാമിലി അതൊന്നുമല്ല, വേറെന്തെങ്കിലും എന്താ യേശോപിതാവ് ഈശോയുടെ ചേട്ടനാണോ? ഇത് ഈശോയുടെ ഫാമിലി ആണോന്നാ ഞാൻ ചോദിച്ചത്. അതായത് ഈശോയുടെ ഭാര്യ ഈശോയുടെ കുഞ്ഞു ആണോന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യേശോപിതാവും മാതാവും യേശോപിതാവിനെ ഇവിടെ ഈശോ ആക്കി, എന്നിട്ട് ഈശോയുടെ കൊച്ചാണോ കുഞ്ഞേശു? അതായത് യേശു മാരീഡ് അല്ലാന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ പെട്ടെന്ന് പുള്ളിയുടെ അപ്പനെ കണ്ടപ്പോ അത് യേശു ആയിട്ട് തോന്നി. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോയി. നിങ്ങൾ വിചാരിക്കുന്നത് എത്ര മണ്ടിയാണ്.
ആ സിറ്റുവേഷനിൽ ഞാൻ ഒരു ഫണ്ണായിട്ട് ചോദിച്ചതാണ്. പക്ഷെ ഇവനത് കാര്യമായിട്ട് എടുത്ത് ഇപ്പോഴും എന്നെ കളിയാക്കി കൊണ്ട് നടക്കുകയാണ്. അതെ, തല്ലിയാൻ അങ്ങനെയാണല്ലോ ഊട്ടി ചോദിക്കുന്നത്. ഇങ്ങനെ ടോട്ട പോലെ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് തുടങ്ങി. പക്ഷേ ആ വീഡിയോ ഇടുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് സെൻറ്റർ. ഇത് ഇവിടുത്തെ ഒരു ഏഷ്യൻ ഗ്രോസറി സ്റ്റോർ. ഇവിടെ ഒരു ഏഷ്യനാണ്. മൊത്തം ബേക്കറി, ഇവിടെ മൊത്തം ഫുഡ്. എനിക്കറിയാം, നീ ഇല്ലേ ഉണ്ടാക്കണേ. ഒരു തേങ്ങയ്ക്ക് 3 രൂപ. റംബുട്ടാന് $6. എൻ്റെ വീട്ടിൽ വെറുതെ വവ്വാല് തിന്ന് കളയുന്ന സാധനം. നമ്മുടെ സ്വന്തം ചക്കക്കൂട്ടനുണ്ട് ഇവിടെ, $2. ഇത്രയും നേരം ഇവിടെ ഞങ്ങൾ ഇതും പഴവും അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് പേ ചെയ്തിട്ട് വേറെ സ്ഥലത്ത് പോകും. ഇതാണ് സെൻട്ര ഏഷ്യൻ ഗ്രോസറി സ്റ്റോർ. എന്താണ് സത്യം വെളുത്തുള്ളിയാടാ ഇത്. ചീഞ്ഞ വെളുത്തുള്ളി എടുത്തോണ്ട് നിൽക്കുന്നത് നീ. അത്രയും നേരം എന്റെ കൈ വെച്ചിട്ട് അവൾക്ക് ഒന്നും പറയലായിരുന്നേ. ഞാൻ കണ്ടു. ഈ വെളുത്തുള്ളി നോക്കുമ്പോ നോക്കി എടുക്കണം. നിങ്ങൾ മറ്റേ വീഡിയോ ഉണ്ടല്ലേ, മറ്റേ കവറിൽ നിന്ന് സെയിം സാധനം എടുത്തിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നല്ലതല്ല എന്ന് പറയണേ. അത്രേ ഉള്ളൂ പോലും, അപ്പുറം ഒന്നുമില്ല. അപ്പുറം നമ്മൾ ഇവിടുത്തെ മലയാളി റെസ്റ്റോറൻറ്റിൽ പോവാം. അല്ല, മലയാളിയല്ല, കേരള റെസ്റ്റോറൻറ്റിൽ പോവാം. ബിയർ അടിച്ച പോലെയാണ്. എന്ത് ഷോയാടാ, നിർത്തിയിട്ട് പോടാ. പോണേ പിന്നെ മാത്രമേ ഉള്ളൂ. പഴയല്ലേ ഇപ്പൊ നീ വാങ്ങി? വൈകി വന്നാലും കുഴപ്പമൊന്നുമില്ല. ദാനം വേണം. അതാണ് ഇവിടുത്തെ സ്പൈസ് മാർട്ട്. ആ ചേട്ടനല്ലോ കേട്ടോ കട. വാടയിലയോ? എന്താ നീയല്ലേ കഴിഞ്ഞ ദിവസം പോയിട്ട് സേമിയ പായസത്തിനൊക്കെ വാങ്ങിച്ചു? അപ്പൊ പപ്പടം വാങ്ങിച്ചോ? എങ്ങനെ ഇരിക്കണം? മഴ പെയ്താലും നമുക്ക് ആ ബെഞ്ച് പുറത്തേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് നിൽക്കാം. അപ്പൊ റെക്കോർഡും വരും. അപ്പൊ റെക്കോർഡും കൊടുക്കാം. സോ ഗായ്സ്, നമ്മൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഇവിടെ കൊണ്ടുണ്ടാക്കിച്ച് പാത്രം ഞാൻ തന്നെ കഴുകി കിടന്നുറങ്ങട്ടെ. എനിക്ക് ഓർമ്മ ചെറുപ്പൊക്കെ എവിടെ ഇരുന്നോട്ടെ, എനിക്ക് ആവശ്യം. ഈ കവറൊക്കെ എടുത്തോണ്ട് നോക്കാം. എൻ്റെ വണ്ടിയിൽ ഓരോ സാധനം കൊണ്ട് വെക്കും. ഇതുണ്ടോ ഗൈസ്, ഇന്നലെ ഞാൻ ഇൻസ്പെക്ഷന് പോയതാണ്. എൻ്റെ വണ്ടിയുടെ ഇൻസ്പെക്ഷന് പോയപ്പോൾ അവർ പറഞ്ഞു, തങ്ങളുടെ വണ്ടിയിലെ ടയർ മോശമാണ്, അതുകൊണ്ട് ടയർ വാങ്ങാം. നമുക്ക് $1118 എന്നെ അമ്മ ഊമിച്ച് പുതിയ ടയറും ഇടിപ്പിച്ച്. എന്താ നോക്കണേ, ഇതേതാതുപോലെ എനിക്കറിഞ്ഞൂടാ. അവർ പറഞ്ഞു 9.5 ധൈര്യമായി വാങ്ങിക്കോ. അത്രയുള്ളോ? ഈ തള്ളേനെ കൊണ്ട് തോറ്റിട്ട് ഈശ്വരം. ആ ടവറും കൊണ്ടോ കണ്ടോ. ഇതാണ് ഇന്നത്തെ കാലാവസ്ഥ. ഇവിടെ മൊത്തം ഇരുട്ടാണ്. ആ ഗ്യാസ് നോക്കിയിട്ടില്ല. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് ആരും വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ മാത്രമേ ഉള്ളൂ. സോ ഞങ്ങൾ നല്ല പ്രെപ്പൊക്കെ തുടങ്ങിയിട്ട് ബാക്കി ചെയ്യുന്ന വീഡിയോ ഇടാം. ബൈ ഗൈസ്. സോ ഗൈസ്, ഞങ്ങൾ കുക്കിംഗ് തുടങ്ങി. ചോറ് വെച്ചിട്ടുണ്ട്. ഇതെന്തായിരുന്നു? ക്യാബേജ് തോരൻ റെഡിയാക്കി. ഇതാ അവിടെ ഞങ്ങൾ അവിയൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു.
അതിൻ്റെ കൂടെ ഞങ്ങൾ ബർഗർ കഴിക്കുകയാണ്. എന്തൊക്കെയാ ചെയ്യുന്നത്? സോ ഇനി അടുത്ത ഡിഷ് ഉണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിയായി. അപ്പോൾ വൈകുന്നേരം 6 മണി വരെ നമുക്ക് ഇവിടെ സൺലൈറ്റ് ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാക്സിമം പുറത്ത് പോയിട്ട് പുറത്ത് ആ ഒരു ടേബിളൊക്കെ സെറ്റാക്കി ഫുഡ് കഴിക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഇവൾക്ക് ഫോട്ടോ എടുക്കണം. ഞാനും നാട്ടിൽ നിന്ന് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ജുബയും മുണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിട്ട് നോക്കണം. പക്ഷെ മുണ്ടിടാൻ എനിക്ക് അറിയില്ല, അതാണ് പ്രശ്നം. അയ്യാ നമുക്ക് നോക്കാം. ഇവിടെ ഓരോ പാത്രം തരും, ഞാൻ അപ്പം കഴുകും. അതാണ് ഇപ്പോഴത്തെ സ്കീം. ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സവാള എന്താ ചുമന്നിരിക്കുന്നത്? ഇത് സവാളയല്ലേ? എനിക്കെങ്ങനെയാണ്? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെ ഓരോരോ. എന്താ നീ വന്നിട്ടില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോയ സ്ഥലങ്ങൾ. ഈ ബർഗർ കിങ് ഇവിടെ എന്നും പോകുന്ന, അതുകൊണ്ടാ. നിങ്ങളൊക്കെ ഓണം ആഘോഷിച്ചോ? സോമേട്ടാ നീയോ? എമിലണ്ണൻ ബുർജ് ഖലീഫിന്റെ താഴെ പോയിരുന്നിട്ടാണ് ഓണം ആഘോഷിച്ചത്. അത് നീ കണ്ടായിരുന്നു? കണ്ടില്ല? അവൻ ബുർജ് ഖലീഫയുടെ താഴെ പോയിരുന്നിട്ട് ഓണം ആഘോഷിച്ചു. ജോൽജമാട്ടിന് അവിടുത്തെ അവൻ അടിവാരം മാട്ടിനായതുകൊണ്ട് അവൻ അവിടെ എന്തോ പരിപാടിയാണ്. അത് ഞങ്ങളുടെ ഒരു ഹിഡൻ ബോയ്യാ. കണ്ടുപിടിച്ചു. ഞാൻ വിചാരിച്ച അവൾക്ക് കഴിവുണ്ടെന്ന്. ഇത് ഫുള്ള് യൂട്യൂബാ. അവിടെ പക്ഷെ ആലോചിച്ച് നേരത്തെ 4 മണിന്ന് പറയുമ്പോഴേക്കും നമ്മൾ എപ്പോഴാണ് തുടങ്ങി? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു മണിക്കൂറൊക്കെ ഉണ്ട്. പക്ഷെ ചോറ് വെച്ചു, അവിയൽ വെച്ചു, ക്യാബേജ് തോരൻ വെച്ചു, ബീട്രൂട്ട് റെഡിയായി. എല്ലാ പാത്രവും ഞാൻ കഴുകി വെച്ചു. അമ്മ മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ എടുക്കാനാണ്. ഇങ്ങനെ ബീട്രൂട്ടും ഏതാണ്ട് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് സ്വന്താട്ടോ. ഇന്നത്തേക്ക് വേണ്ടി മാത്രമേ ഞാൻ പറയും. നാളെ തൊട്ട് എൻ്റെ പട്ടി വരും. ഇതെന്താ അവിടെ? എന്നോടാണ് ചോദിക്കുന്നത്. നീ എന്താണ് ഒച്ച കിട്ടും? കാരണം എനിക്ക് ഓണസദ്യക്ക് വെച്ചാൽ മാത്രം ഇല്ല. കണ്ടോ ചോറ് കണ്ടോ ആവി പറക്കണ ചോറ് കണ്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്തെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. എന്താ ഇത് അറ്റത്തായിരുന്നോ? വീണ്ടും എന്താ എന്തിനാ? ഓ രസത്തിന്. ഞാൻ വിചാരിച്ചു രസം. ഞങ്ങൾ അവിയൽ പായസമാക്കി കഴിച്ചു. ഇതിൽ മോരിട്ടു. ഓഹോ. ചോറെത്ര വിസിലടിക്കണം? ഇതും കൂടെ കൂട്ടി എത്ര കഴിച്ചു? ഒരു 6. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഫോൺ കത്തിപ്പോകാൻ മിക്കവാറും. അങ്ങനെ ഞങ്ങൾ രസത്തിലേക്ക് കിടന്നിരിക്കുകയാണ്. ഇത് കുടിക്കുമ്പോൾ രസം ഉണ്ടാവും. നോക്കാം എന്തൊക്കെയാണ് ഇതിനെ നീ ചേർത്ത് ഇനി പ്രോസസ്സും കഴിക്കും. നമ്മൾ കുറച്ച് എണ്ണ ഇട്ടു, കുറച്ച് കടുക്, ഉലുവ, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അതേപോലെ നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. നമുക്ക് വെക്കാം. എന്താ നമ്മുടെ സവാളയേ ഉള്ളൂ.
നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞൊക്കെ ഇട്ടു. ഇനി ഇത് നമ്മൾ ഗോൾഡൻ കളർ വരെ ആവണ വരെ ഇളക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ ഇടണം. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്യുന്നതാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ അടുത്ത് കുരുമുളക് പൊടിയുള്ളൂ, കുഴപ്പമില്ല. പിന്നെ ചതച്ചത്, ഇത് പൊടി പൗഡർ, ഡിഫറൻസ് ഉണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഒരാളെ. ആക്ച്വലി നമ്മൾ രസം ഉണ്ടാക്കിയേ നമുക്ക് സാമ്പാറിന് ടേസ്റ്റ് കിട്ടുന്നേ. ചതിച്ചതാണ്. വീഡിയോ എത്തുന്നത് തന്നെ അവള് പകുതി വരെ ചെയ്ത് രസത്തിന്റെ മണമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഫ്ലോപ്പ് ആവണം, ഇല്ലെങ്കിൽ നിനക്ക് അഹങ്കാരം കൂടി. ഇവള് കായ എടുത്തത് 5 തവണ കുറഞ്ഞ ചിത്ര എന്തിനാ ചാടാത്തോണ്ട് അതിന് 1 ടേബിൾ സ്പൂൺ എന്നാ പറഞ്ഞേക്കുന്നേ. ക്യാമറയിലേക്ക് നോക്ക്. അതാ പറഞ്ഞ അതൊക്കെ ക്യാമറ കിട്ടും. പിന്നെ ക്യാമറ ഓഫ് ചെയ്യാം. ഇനി അതിന്റെ രസത്തിനെ പൊലി എടുക്കും. അപ്പൊ പൊലി മാറ്റം ചെയ്യാം. പുളിയും ഒന്നല്ലേ? എന്ത് എവിടെ ഇത് അപ്പം എന്ത് കറി കൊളായാലും നമ്മൾ മല്ലിയില ആണ് അതിന്റെ ഒരു ഇത്. അതിന്റെ ഒരു എന്താ പറയണത്, നോക്കട്ടെ എന്ന് പറയാനൊന്നുമില്ല. ഇടുക അതിനും കണക്കില്ല. നമ്മള് പച്ചക്കളറ ഒരു ഉള്ളത്. പച്ചക്കളറോ? രസത്തിന് ചുവന്ന കളർ കേട്ടോ ഷാൻജിയില് കണ്ട്. അല്ല, അങ്ങനെ ഒരു പച്ചപ്പ് കാണുന്ന കാര്യമില്ല എന്നോട്. ഓണത്തിന് എന്തൊക്കെ കണ്ട. ഇപ്പൊ ഒരു മണം വന്നിട്ടുള്ളൂ. നോക്ക് എന്താ ഒന്നുകൂടി കറക്റ്റ് ചെയ്താ നടുക്ക്. ഓ എന്റെ രസം എന്ത് രസം ഏകദേശം ഒരു രസമായിട്ടുണ്ട്. ഇവിടെ ഫൈനൽ ടേസ്റ്റ് ചെയ്തു. ഈ രസത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇവളിപ്പോ എന്തുണ്ടാക്കി തന്നല്ലോ അത് രസമാണെന്ന് ഞാൻ വിശ്വസിക്കണം. സിറ്റുവേഷൻ നമുക്ക് രസമായിട്ട് കഴിക്കാം, രസം ഇഷ്ടമുള്ളവർക്ക് സാമ്പാറായിട്ട് കഴിക്കാം. അതാണ് ഒരു അവസ്ഥ. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മൾ അടുത്തത് മൂരിക്കറിയുടെ റെസിപ്പി നോക്കാം. എല്ലാത്തിനും ഷാൻജിയോ വേണ്ടല്ലോ. ഇതെന്തിനുള്ളതാ? മൂരിക്കറി ഞാൻ ആലോചിക്കാം. എല്ലാത്തിനും തന്നെയാണല്ലോ ഇടുന്നത്. രസം ഉണ്ടാക്കി ഇപ്പൊ തന്നെ ഇട്ടേ. രസത്തില് പക്ഷെ നമ്മള് കായ പൊടി ഇട്ടെ, ഉലുവയല്ല. ഉലുവ ഇട്ടായിരുന്നു. ഇല്ല, ഞാൻ ഇട്ടതാ. ഞാൻ കണ്ടുള്ളത്. ഷാൻജിയുടെ വീഡിയോ പോയി നോക്കാം. ഈ ഓണസദ്യ കൊള്ളായ മൂപ്പറുടെ തലയില് മൂപ്പര് പറഞ്ഞ എല്ലാ സാധനവും സെൻട്രേ പോയി വാങ്ങി വെച്ചിട്ടോ. നമ്മൾ ആക്ച്വലി ഇന്ന് മാത്രമല്ല കേട്ടോ ഗ്രോസറി. ഇതിന് മുന്നേ നമ്മൾ ഗ്രോസറി വാങ്ങി എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ചെയ്യണമെന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചതാണ്. ആരും വന്നില്ല, നമ്മൾ മാത്രം ലാസ്റ്റായി. സംശയിച്ചു വിടില്ല. വീട്ടിലുള്ളവരെ കൂട്ടാന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു. എൻ്റെ കണ്ണു. ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന അപർണ്ണയുടെ അമ്മയായിരിക്കും.
ആദ്യമായിട്ടായിരിക്കും മോളിങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറയും. ഞാൻ വീട്ടിലെ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നിന്നെ പോലെയല്ല. ഓ ഞാനും സമ്മതിക്കുക. പിന്നെ എന്താ അവസ്ഥ? നല്ല പുളിയായിരുന്നു. ആക്ച്വലി ചൂടാക്കണം, പക്ഷെ നമ്മൾ ചൂടാക്കുന്നില്ല. എന്താ? പിന്നെ സോ നമ്മളിനി പായസം ഉണ്ടാക്കാൻ പോകണം. സോ നമുക്ക് ഇവിടെ പാലൊക്കെ കിട്ടുന്ന ഇങ്ങനെ. എൻ്റെ വീട്ടിലെ ജോബി ചേട്ടൻ കൊണ്ടുവന്നൊരു പാൽ. ഇവിടെ ജോബി ചേട്ടനില്ല, നമ്മൾ തന്നെ പറയാം. ഒരു പാക്കറ്റ് തീർന്നു, നമ്മൾ ഓൾറെഡി ഇട്ടതായിരുന്നു. നമ്മൾ ഇതിങ്ങനെ എടുക്കുക, ചെറുതായിട്ട് ഇവിടെ കട്ടിക്കുക. അതിന് വേണ്ടി വരാം. ഇവിടെ ഇടിച്ച് കട്ടി കൊടുത്താൽ ഏറും. അല്ലെങ്കിൽ അതിങ്ങനെ മൊത്തത്തിൽ ചാടും. നമ്മൾ ഇങ്ങനെ ഒഴിക്കുക. വെള്ളം ഒഴിക്കാം. ബോയിൽ 3 liters of milk in a wide mouth thick. അല്ല, അടിയിൽ മലയാളം എഴുതിയുണ്ട്. ഇവളുടെ അമ്മ മലയാള ടീച്ചറാണ്, പക്ഷെ ഇവൾക്ക് മലയാളം വായിക്കാറില്ല. എനിക്ക് മലയാളം വായിക്കാനൊക്കെ അറിയാം. നോക്ക്, ഇത് മലയാളം വായിക്കുമ്പോൾ നോക്ക്. തയ്യാറാക്കുന്ന വിധം അട 200 gram എന്ന് എനിക്ക് വായിക്കാൻ തോന്നുള്ളൂ. ഇവിടെ എനിക്ക് 200 gram എന്ന് അങ്ങ് വായിക്കാം. അതേപോലെ നോക്ക്, പാത്രത്തിൽ അടപ്പ് വയ്ക്കാൻ കുക്കറോ ഉരുളിയോ ഉപയോഗിക്കാനൊക്കെ എനിക്ക് ഇവിടെ വായിക്കുന്നതാണ്. കണ്ടോ, ഒരുമാതിരി എന്താ പറയാ, കട്ടി മലയാളമാണ്. അപ്പൊ നമ്മൾ അമ്മേടെ പേരെന്താ? മധു ടീച്ചർ. ഉണ്ണിയുടെ അമ്മയോട് ഒന്ന് വിളിച്ച് ചോദിക്കുക. ദാറ്റ്സ് മസാല ബ്രോ. പക്ഷെ എനിക്ക് ഏലക്കയുടെ മണം കിട്ടുന്നത്. അല്ല, ഏലക്കയല്ല അത്, അത് പെരുത്തി. നോക്ക്, ഏലക്കയുടെ ഇതുണ്ട്, അത് ഇഞ്ചിയാണോ? അത് ജീരകത്തിന്റെ മണയുടെ പൊട്ട. അതാണ് ഞാൻ മറ്റേ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കിയപ്പോ പഴംപൊരി കിട്ടും. ചിക്കൻ മസാലയാ ബ്രോ. പക്ഷെ അതിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ കെമിക്കൽ പോയി നമ്മൾ ഈ മില്ലുകളിൽ പോയി വാങ്ങുമ്പം അവർ വേറെ എന്തോ ഒരു പൊടിയും കൂടി ചേർക്കും, മല്ലിപ്പൊടി എക്സ്ട്രാ എന്തോ ചേർക്കും. അതിൻ്റെ മാത്രമാണ് വ്യത്യാസമുള്ളതെന്നാണ് എന്നോട് പറഞ്ഞത്. എടാ മണ്ട, കുക്കറിൽ വെക്കാം. ഞാൻ പാത്രം എന്നെ കൊണ്ട് പാത്രം. എന്ത് സുഖമായി ഇന്ന് കിട്ടുന്നു. ഫാറ്റ് ഉണ്ടല്ലോ, അടി പിടിച്ച് കരിഞ്ഞത്. ഇനി ഞാൻ എങ്ങനെ അത് വെളുപ്പിക്കും? പക്ഷേ ആ പാത്രം നമുക്ക് വെളുപ്പിക്കുന്നതിന് സീനില്ല. ബിക്കോസ് ഇപ്പൊ വെളുപ്പിക്കുന്നതിന് പാടില്ല. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ഒരു സ്പെഷ്യൽ പാത്രമാണ്. ഞാനത് സെൻട്രിൽ നിന്ന് വാങ്ങി. ചൈനീസ് വെസലോ അങ്ങനെ എന്താണ് പറയുന്നത്? അതായത് എത്ര കരിഞ്ഞ അടിക്ക് പിടിച്ചാലും ചുമ്മാ സോപ്പ് ഇട്ടിട്ട്. അലൂമിനിയം സ്റ്റീലാണോ? സ്റ്റീൽ, അലൂമിനിയം എടുത്തിരിക്കുന്നു. അപ്പൊ എത്ര കരിഞ്ഞാലും അത് ചുമ്മാ ഇങ്ങനെ പഠിച്ചെടുത്ത് സാധനം ക്ലീൻ ആക്കിയിട്ട് കഴിച്ചിടാം. കേട്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ പാത്രം ഗുമാന്നിരിക്കും. ചൈനക്കാരുടെ ഒരു സെറ്റപ്പ് എന്ത് ആ പായസത്തിനൊക്കെ മണം ഉണ്ട് കേട്ടോ. ഏതെന്താ കിട്ടും അതിനകത്ത്? നമ്മൾ ഡബിൾ ഹോൾസിന്റെ മിക്സ് അല്ല മേടിച്ച, അട മാത്രമേ മേടിച്ചുള്ളൂ. നമ്മൾ സീമിയുടെ മിക്സ് ആക്ച്വലി വാങ്ങിച്ചായിരുന്നു. എന്നെ നോക്കണ്ട, ക്യാമറ നോക്കി. പക്ഷേ സീമയുടെ ഒപ്പം നമുക്ക് പപ്പടം കുഴിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോയപ്പോൾ അട വാങ്ങിച്ചു. അപ്പം ഇതിനകത്തേക്ക് അത് നമ്മൾ പാല് തിളപ്പിച്ചു 3 ലിറ്റർ, കുറച്ച് 2-3 ഏലക്ക ഇട്ടു. പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നൈസായിട്ട് അല്ലല്ല, പഴം വേറൊരു സാധനത്തിനാണ്. പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അട ഇട്ടു. അട ഇനിയൊരു ഇന്നത്തെ പറഞ്ഞേക്കുന്നത് 40 to 45 മിനിറ്റ്സ് ആർക്കും കുക്കാവാനാണ്. നമുക്ക് നോക്കാം. ഞാൻ ഈ പഴം ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനാണ്. അത് പറഞ്ഞുതരാം. നമുക്ക് അതിൻ്റെ ഒരു വേറെ വീഡിയോ ചെയ്താലോ? അതായത് ഒരു ഡിഷ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട്
ബുദ്ധിമുട്ടാകും. ഏതായാലും നമ്മൾ പറഞ്ഞല്ലേ, അത് എന്താ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നുന്ന കാണിച്ചത്. അയ്യോ സോ ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡുകൾ കാണിച്ചു തരാം. അല്ല അത് പായസമുണ്ട്, മോരുണ്ട്, രസമുണ്ട്, പപ്പടമുണ്ട്, ബീട്രൂട്ട് ഉണ്ട്. ഇതെന്താ? ഇതൊരു ഡെസേർട്ട്, പഴം. അത് അവിയൽ, അത് ക്യാബേജും ക്യാരറ്റ് തോരനും, അത് ചോറും. ഇതിപ്പോ എന്റെ കൈ മാത്രം ഫോക്കസ് ആയി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട്, എനിക്ക് ഇപ്പൊ വിളമ്പേണ്ട ഓർഡർ ഇല്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന ഓർഡർ. അച്ചാറിന്റെ അച്ചാറ് ഫ്രിഡ്ജിൽ എടുത്തിട്ട്. ഓക്കെ, വീഡിയോ പോസ്. അതെ, ഫസ്റ്റ് ഒറ്റ ഇതിലിട്ടാൽ മതി. നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടി തുടങ്ങാം. അച്ചാർ ഒന്നുകൂടി ഇവിടെ ഇട്. അത് ഓൾറെഡി ഇട്ടു. കേട്ടല്ലോ, എടി ഇങ്ങോട്ട് വന്ന് ചെയ്യുന്നു. ഞാൻ അവിടുന്ന് എടുക്കോ കാണിക്കേ. ഈ കൊച്ചമ്മേനെയും കൊണ്ട് ഇത് നമ്മൾക്ക് തോരൻ എടുക്കാം. ക്യാബേജ് തോരനാണ്. അവിയൽ നമ്മൾ തൈര് ഒഴിച്ച സോറി. ബീട്രൂട്ട് തോരനാണിത്. വീട്ടിലെല്ലാ പാത്രവും നമ്മൾ എടുത്തിട്ടുണ്ട്. ചോറ്, ഇയാളെന്താ മടങ്ങിയിരിക്കുന്നേ? എത്ര ഫ്രഷ് ഒക്കെ നമ്മൾ കുറച്ച് മോര്, കുഴി ഉണ്ടാക്കണം. കുഴി, കുറച്ച് രസം. രസം അപ്പുറത്ത് വയ്ക്കണേ. രസം ഒഴിച്ചല്ലോ കഴിക്കണ്ടേ? ഇങ്ങനെ ഒഴിക്കാം. അത് രസമല്ല കേട്ടോ, സാമ്പാറാണ് കേസ്. മതി. ഉപ്പേരി ഒന്നുമില്ല, ഉപ്പേരി ഒന്നുമില്ല. അതായത് നമുക്ക് ഇതൊരു ഉപ്പേരി ആയിട്ട് കൂട്ടാം. അതിന് പായസം ഉണ്ട്. പായസം നമുക്ക് ഇപ്പോൾ ശരിയാവില്ലല്ലോ, അപ്പൊ ലാസ്റ്റ് പായസം കഴിക്കുന്നതായിരിക്കും. ഇതെന്ത് പായസ? പാലട പായസം. അപ്പൊ ഇതാണ് നമ്മുടെ ഓണാസ്. കഴിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. സോ അതൊക്കെയാണ് സംഭവം. കഴിച്ചു നോക്കാം. ഭയങ്കര വിശപ്പുണ്ട്, കഴിച്ചു നോക്കാം. ബൈ 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 ബൈ. ഹാപ്പി ഓണം ഗൈസ്. ബൈ 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 ബൈ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം. കാരണം എനിക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് എനിക്ക് പഠിക്കും. ബൈ ബൈ, അത്രേ ഉള്ളൂ. ബൈ ബൈ. ഇത് മറ്റേ സലീംകുമാർ മറ്റേ ഷഡ്ഡി എടുത്ത പോലെ ഇതിനകത്ത് വേറെ സ്പൂൺ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഓടി പോയി കഴിക്കാൻ പോയിട്ടുണ്ട്. എന്നാ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സോ ഗൈസ്, ഓൾമോസ്റ്റ് ഞങ്ങളുടെ പരിപാടി ഇവിടെ തീരുകയാണ്. അത്രേ ഉള്ളൂ. എല്ലാവരും ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. കുറച്ച് സാധനമൊക്കെ പോയി വാങ്ങി, ഫുഡൊക്കെ ഉണ്ടാക്കി. കുറച്ച് സാധനങ്ങൾ നേരത്തെ വാങ്ങിയതായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4-5 കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി കൂട്ടി കഴിക്കണം. നല്ല വിശപ്പുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി പൊറോട്ട കഴിച്ചിരിക്കുന്നു. അപ്പുറത്ത് വീട്ടിലെ ചേട്ടൻ നോക്കും. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി. ചെറിയൊരു പരിപാടിയാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇനി വെറുതെ ഇല്ല, ഇവിടെ 4 ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി തിന്നാൻ പോവാണ്. ഇവിടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ കൂടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിനും കൂടെ ആഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹാപ്പിയാണ്. ഇത് ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം എന്തോ കഴിഞ്ഞിട്ട് വീഡിയോ വരുള്ളൂ എന്ന് എനിക്കറിയാം. സമയം അങ്ങനെയാണ് ഗൈസ്. എല്ലാവർക്കും ഫുൾ വർക്കാണ്. ഇനി പോസ് ചെയ്തോ. ഇതല്ല, എനിക്ക് പോർട്രേറ്റ് പോസി. മറ്റേ സോമനി ഇനി പാട്ടൊക്കെ തരും. കിളിയെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് ചെയ്ത് തരും. പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫുഡ് കഴിച്ചു, പിരിഞ്ഞു. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ.
ഞാനിത് അവളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അവൾക്ക് പൊങ്ങിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൾ പോയി കഴിഞ്ഞിട്ട് പറയുന്നത്. ഫുഡ് വാസ് റിയലി ഗുഡ്, വി ഓൾ എൻജോയ് ഇറ്റ്. ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. സോ ഗൈസ്, ഒരിക്കൽ കൂടി എല്ലാവരോടും ഹാപ്പി ഓണം പറഞ്ഞിട്ട് ബൈ ബൈ.